പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷനിലെ ഒബ്ജക്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്നും ഒബ്ജക്റ്റുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസുകൾ കണ്ടെത്തുക എന്നുള്ളതുമായ ക്വസ്റ്റ്യൻസുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ തന്നെ വരുന്ന വ്യത്യസ്തമായ കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാത്ത മോഡൽസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും അവിടേക്കൊന്ന് ശ്രദ്ധിക്കൂ. Find the number of different 8-letter arrangements that can be made from the letters of the word daughter so that all vowels occur together, all vowels do not occur together. Daughter എന്ന് പറഞ്ഞൊരു വേർഡ്, ആ വേർഡിലെ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് 8-letter അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ആ 8-letter അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യം കണ്ടെത്തണമെങ്കിൽ രണ്ട് പ്രത്യേക കണ്ടീഷൻസുകളിലൂടെയാണ് കണ്ടെത്തേണ്ടത്. അത് രണ്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള 8-letter അറേഞ്ച്മെൻറ്റ്സിൽ വവൽസുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെൻറ്റ്സുകളുടെ എണ്ണം, അതുപോലെ തന്നെ വവൽസുകൾ ഒരുമിച്ച് നിൽക്കാത്ത അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം. ഇതാണ് രണ്ട് സബ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് കണ്ടെത്താനുള്ളത്. നമുക്ക് ആദ്യം തന്ന വേർഡ് എന്ന് പറയുന്ന കാര്യം ഒന്ന് എഴുതാം. ഡോട്ടർ. ഇത് എഴുതുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, എല്ലാ ലെറ്ററുകളും ഡിഫറൻ്റ് ആണ്. എത്ര ലെറ്ററുകളാകെ അതിൽ വരുന്നുണ്ട്? 8 ലെറ്ററുകൾ വരുന്നുണ്ട്. 8 ലെറ്ററിൽ ഒരേ സമയം നമുക്കിവിടെ 8-letter അറേഞ്ച്മെൻറ്റ്സ് ആയതുകൊണ്ട് എല്ലാം എടുക്കേണ്ടി വരും. അപ്പോൾ ഒരേ സമയം നമ്മൾ 8ഉം എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് 8-letter അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 8p8 അഥവാ 8 ഫാക്ടോറിയൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ടോട്ടൽ അറേഞ്ച്മെൻ്റ് ആണ് കണ്ടെത്തിയത്. ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ വവൽസുകളും ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെൻറ്റുകൾ ഈ 8 ഫാക്ടോറിയൽ എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളതാണ്. വവൽസുകളെല്ലാം ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ഈ വേർഡ് ഒന്ന് ഒബ്സർവ് ചെയ്യാണ്. ഇതിൽ വരുന്ന വവൽസുകളുടെ കാര്യം ഒന്ന് എഴുതുകയാണ്. ഏതൊക്കെ വവൽസുകളാണ് അവിടെ ഉള്ളത്? എ എന്ന് പറയുന്ന വവലുണ്ട്, യു എന്ന് പറയുന്ന വവലുണ്ട്, ഇ എന്ന് പറയുന്ന വവലുണ്ട്. 3 വവൽസുകളാണ് വരുന്നത്. എ ഇ ഐ ഒ യു കാറ്റഗറിയിൽപ്പെട്ടതാണ് വവൽസ് എന്ന് പറയുക. അതിൽ 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്, എയും യുവും ഇയും. ഈ 3 വവൽസുകളെയും ഞാൻ ഒരു ബോക്സിനകത്താക്കുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാ വവൽസും ഒരുമിച്ച് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വവൽസുകളെയും ഒറ്റ ബോക്സിനകത്താക്കി. ഇതിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മൊത്തം നമുക്ക് 8 ഒബ്ജക്റ്റ് ഉണ്ട്. 3 എണ്ണം ഓൾറെഡി സിംഗിൾ ഒബ്ജക്റ്റിൽ കയറി വന്നു കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് ആയിട്ട് ബാക്കി എത്ര ഉണ്ടാവും? 5 ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ റിമൈനിങ് ആയി നിൽക്കുന്ന 5 ഒബ്ജക്റ്റും ഈ സിംഗിൾ ഒബ്ജക്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 6 ഒബ്ജക്റ്റുകളായി. ഇങ്ങനെ 6 ഒബ്ജക്റ്റുകൾ എടുത്താൽ മാത്രമേ 8-letter അറേഞ്ച്മെന്റ് ആവുകയുള്ളൂ. കാരണം പുറത്തുള്ള 5ഉം ഉള്ളിൽ സിംഗിൾ ഒബ്ജക്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിലും അതിൽ എത്ര ലെറ്ററുകളുണ്ട്? 3 ലെറ്ററുകളുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കേണ്ട കാര്യം, 6 ഒബ്ജക്റ്റുകളിൽ ഒരേ സമയം നമ്മൾ 6ഉം എടുക്കേണ്ടി വരും. അതിൻ്റെ കാര്യമാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത്. നമുക്ക് 8-letter അറേഞ്ച്മെന്റ് വരണമെങ്കിൽ പുറത്തെ 5ഉം സിംഗിൾ ഒബ്ജക്റ്റിലെ 3ഉം വരുമ്പോഴാണ് 8 എണ്ണം ആവുകയുള്ളൂ. അപ്പോൾ 6 ഒബ്ജക്റ്റിൽ ഒരേ സമയം 6ഉം എടുത്തുകൊണ്ട് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 6p6 ബേസ് അഥവാ 6 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ സിംഗിൾ ഒബ്ജക്റ്റിനെ മാത്രം എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? ഇത് എ യു ഇ എന്ന് പറഞ്ഞ ഓർഡർ മാത്രമല്ല, യു എ ഇ എന്ന് പറഞ്ഞ് എഴുതാം, ഇ യു എ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇതിനെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം എന്ന് ആലോചിക്കാം. ഇവിടെ ആകെ 3 ലെറ്ററുകളാണുള്ളത്. ആ 3 ലെറ്ററിൽ ഒരേ സമയം നമ്മൾ 3ഉം എടുക്കണം. കാരണം സിംഗിൾ ഒബ്ജക്റ്റിൽ എത്ര ലെറ്ററുകളുണ്ട്? 3 ലെറ്ററുകളുണ്ട്. അപ്പോൾ 3ൽ ഒരേ സമയം 3ഉം എടുത്തുള്ള അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ 3p3 അഥവാ 3 ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ സിംഗിൾ ഒബ്ജക്റ്റിന്റെ പെർമ്യൂട്ടേഷൻ നോക്കി. ഈ റിമൈനിങ് ആയിട്ടുള്ള 5ഉം ഈ ഒരു സിംഗിൾ ഒബ്ജക്റ്റും കൂടിയും ചേർത്തുകൊണ്ട് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം നോക്കി. അങ്ങനെയാണെങ്കിൽ എല്ലാ വവൽസും ഒരുമിച്ച് നിൽക്കുന്ന 8-letter അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നതിൻ്റെ എണ്ണം
ഇവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് റിമൈനിങ് ആയിട്ടുള്ള ഈ 5 ഒബ്ജക്റ്റും ഈ ഒരു സിംഗിൾ ഒബ്ജക്റ്റും കൂടിയും ചേർത്തിട്ടുള്ള പെർമ്യൂട്ടേഷനാണ് 6 ഫാക്ടോറിയൽ. ഈ ഒരു സിംഗിൾ ബോക്സിന്റെ മാത്രം പെർമ്യൂട്ടേഷനാണ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ മൊത്തം 8 ലെറ്റർ അറേഞ്ച്മെന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കാര്യം കണ്ടെത്തിയാൽ മതി. ഈക്വൽ ടു 4320. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ വവൽസുകൾ ഒരുമിച്ച് നിൽക്കാത്ത 8 ലെറ്റർ അറേഞ്ച്മെന്റ്സിന്റെ എണ്ണമാണ് നമുക്ക് കിട്ടാനുള്ളത്. നമ്മൾ ആദ്യം ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിച്ചു. അതിനുശേഷം ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റുകളുടെ എണ്ണം കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാത്ത കിട്ടണമെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ അറേഞ്ച്മെന്റിന്റെ എണ്ണത്തിൽ നിന്നും വവൽസുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റുകളുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? റിക്വയർഡ് നമ്പർ ഓഫ് 8 ലെറ്റർ അറേഞ്ച്മെന്റ്സ് ഈക്വൽ ടു ടോട്ടൽ അറേഞ്ച്മെന്റ് 8 ഫാക്ടോറിയൽ മൈനസ് ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു 36,000. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 4 റെഡ്, 3 യെല്ലോ ആൻഡ് 2 ഗ്രീൻ ഡിസ്ക് ബി അറേഞ്ച്ഡ് ഇൻ എ റോ ഇഫ് ദ ഡിസ്ക് ഓഫ് ദ സെയിം കളർ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ? അതായത് നമ്മളത്തെ 4 റെഡ്, 3 യെല്ലോ, 2 ഗ്രീൻ ഡിസ്കുകളുണ്ട്. ഇവയെ നമ്മളൊരു റോ ആയിട്ട് അറേഞ്ച് ചെയ്യാണ്. റോ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഡിസ്ക് വീണ്ടും ഉപയോഗിക്കുന്നില്ല. കാരണം 4 റെഡ് കളറിലുള്ള ഡിസ്കുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് റോയിൽ നോക്കുമ്പോൾ ഒരേ ഒരു റെഡ് കളറിലുള്ള ഡിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേമാതിരി യെല്ലോൻ്റെ കാര്യമാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ. അതേമാതിരി ഗ്രീൻ ആണെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ഇഫ് ദ ഡിസ്ക് ഓഫ് ദ സെയിം കളർ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് മൊത്തം ഡിസ്കുകളുടെ എണ്ണം. മൊത്തം ഡിസ്കുകളുടെ എണ്ണമാണ് നമ്മൾ n ആയിട്ട് എടുക്കുക. n എന്ന് പറയുന്നത് 4 + 3 7, 7 + 2 9. ഈ 9 ഡിസ്കുകളെ നമുക്ക് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 9 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ 9 ഡിസ്കിൽ 4 എണ്ണം റെഡ് ആണ്, 3 എണ്ണം യെല്ലോ ആണ്, 2 എണ്ണം ഗ്രീൻ ഡിസ്കുകളാണ്. അതുകൊണ്ട് തന്നെ ആവർത്തനം വരുന്നുണ്ട്. ആ കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച്മെന്റുകൾ നടത്തുമ്പോൾ ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? റിക്വയർഡ് നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 1260. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സുകൾ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് എത്ര ഡിഫറൻ്റ് ആയ വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ എത്ര രീതിയിൽ അതിൻ്റെ അറേഞ്ച്മെന്റ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ്, ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന അറേഞ്ച്മെന്റ്സിൽ ഡു ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി, പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡുകളുണ്ട്? ഡു ഓൾ വവൽസ് ആൾവേസ് ഒക്കർ ടുഗദർ, എല്ലാ വവൽസുകളും ഒരുമിച്ച് നിൽക്കുന്ന എത്ര വേർഡ്സുകളുണ്ട്? എല്ലാ വവൽസുകളും ഒരുമിച്ച് നിൽക്കാത്ത എത്ര വേർഡുകളുണ്ട്? ഡു ദ വേർഡ്സ് ബിഗിൻ വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി, ഐയിൽ സ്റ്റാർട്ട് ചെയ്യുകയും പിയിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന എത്ര വേർഡ്സുകൾ നമുക്ക് ഇതിലുണ്ട്? ഇത്രയും കാര്യങ്ങളാണ് കണ്ടെത്താനുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്ററുകളുടെ എണ്ണം ജസ്റ്റ് കൗണ്ട് ചെയ്യാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ലെറ്ററുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ n എഴുതുമ്പോൾ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. 2, 4, 6, 8, 10, 12, 12 ലെറ്റേഴ്സുകളുണ്ട്. ഇനി ഇതിൽ ആവർത്തനം ഏതിനൊക്കെ വരുന്നു, അത് എത്ര തവണ വരുന്നുണ്ട് എന്നുള്ളത് നെക്സ്റ്റ് എഴുതുക. ഇവിടെ n എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ 3 തവണ ആവർത്തിച്ചിട്ട് കാണാം. അപ്പോൾ n are 3. e എന്ന് പറയുന്നത് 4 തവണ ആവർത്തിച്ചിട്ട് കാണാം. 1, 2, 3, 4. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ആവർത്തനം കാണുന്നത് d എന്ന് പറയുന്നത് d's are 2. ഇവിടെയും ഒരു d ഉണ്ട്, ഇവിടെയും ഒരു d ഉണ്ട്. അപ്പോൾ ആവർത്തനം വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളവിടെ എഴുതി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് അഥവാ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്
തൽക്കാലം ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു എഴുതുകയാണ്, കാരണം ഇവിടെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെന്റ് ഈക്വൽ ടു 12 ലെറ്ററുകളെ ഒരേ സമയം 12 എടുത്തുകൊണ്ടുള്ള പെർമ്യൂട്ടേഷൻ 12 ഫാക്ടോറിയൽ ബേസിൽ ചെയ്യാം. പക്ഷേ ഈ 12-ൽ 3 എന്നുകളുണ്ട്, 4 ഇകളുണ്ട്, 2 ഡികളുണ്ട്. അപ്പോൾ ആവർത്തനം നമ്മൾ ഒഴിവാക്കണം. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു ഒന്നാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡുകളുണ്ട്? അപ്പോൾ പിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലെറ്ററിൽ പി എന്ന് പറയുന്ന കാര്യം ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി നമുക്ക് 11 ലെറ്ററുകളേ ഉള്ളൂ. 11 ലെറ്ററുകൾ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 11 ഫാക്ടോറിയൽ ബേസിൽ പെർമ്യൂട്ട് ചെയ്യാം. പക്ഷേ ആ 11 ലെറ്ററുകളിൽ 3 എന്നുകൾ ഉണ്ടായിരിക്കും, 4 ഇകൾ ഉണ്ടായിരിക്കും, 2 ഡികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആവർത്തനം നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതായത് നമുക്ക് ഇവിടെ എന്ത് പറയാം? റിക്വയർഡ് number of words equal to 3 factorial into 4 factorial into 2 factorial equal to രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ എല്ലാ വവ്വൽസും ഒരുമിച്ച് നിൽക്കുന്ന എത്ര വേർഡ്സുകൾ ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിലെ വവ്വൽസുകളെല്ലാം ഒരുമിച്ചാക്കുകയാണ്. നമുക്കറിയാം 4 ഈകൾ അതിൽ വരുന്നുണ്ട്, കൂടാതെ ഐ എന്ന് പറയുന്ന കാര്യം അതിൽ വരുന്നുണ്ട്. അതായത് വവ്വൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട 4 ഈകളും ഐയും അതിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ വവ്വൽസുകൾ ഒരുമിച്ച് നിൽക്കാത്ത എത്ര അറേഞ്ച്മെന്റ് ഉണ്ട് എന്നാണ്. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ എങ്ങനെയാണോ കണക്ട് ചെയ്തിരുന്നത് അതേപോലെയാണ് ഇവിടെയും കണക്ട് ചെയ്യുക. റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ഒരുമിച്ച് നിൽക്കുന്നത് മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വവ്വൽസുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഡിഫറൻസ് ആണ് എന്ത് വരിക? ഒരുമിച്ച് നിൽക്കാത്ത വേർഡ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അതായത് നാലാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ പറയുന്നത് ഐയിൽ സ്റ്റാർട്ട് ചെയ്യുകയും പിയിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന എത്ര വേർഡ്സുകൾ ഉണ്ട് എന്നാണ്. ഐയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഐ ഫിക്സഡ് ആയി കഴിഞ്ഞു. അതുമാതിരി തന്നെ പി എന്ന് പറയുന്ന കാര്യം എൻഡിലും ഫിക്സ് ആയി കഴിഞ്ഞു. മൊത്തം 12 ലെറ്ററുകളുള്ളത്. അതിൽ 2 എണ്ണം ഓൾറെഡി ഫിക്സഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 10 പ്ലേസുകളാണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 10 ലെറ്ററുകളാണ് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ 10 ലെറ്ററുകൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ 10 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ ആ 10 ലെറ്ററുകളിൽ 3 എന്നുകൾ ഉണ്ടായിരിക്കും, 4 ഇകൾ ഉണ്ടായിരിക്കും, 2 ഡികൾ ഉണ്ടായിരിക്കും. അപ്പോൾ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒഴിവാക്കണം. അതായത് നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ഐ എൻഡ് ഇൻ പി ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മൺഡേ അസ്യൂമിങ് ദാറ്റ് നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ്? മൺഡേ എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡിലെ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും? ആ വേർഡ്സുകൾ കണ്ടെത്തുമ്പോൾ ഉപയോഗിച്ച ലെറ്റർ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതായത് റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടോട്ടൽ അറേഞ്ച്മെന്റിന്റെ ഐഡിയ ആണ്. ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന വേർഡ്സുകളിൽ ഒരേ സമയം 4 ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ്സുകളുടെ എണ്ണം വേണം. എല്ലാ ലെറ്ററുകളും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ്സിന്റെ എണ്ണം വേണം. അതുപോലെ തന്നെ എല്ലാ ലെറ്ററുകളും ഉപയോഗിക്കണം, പക്ഷേ ഫസ്റ്റ് ലെറ്റർ വവ്വലാകുന്ന എത്ര വേർഡ്സുകളുണ്ട്? ഇത്രയും കാര്യങ്ങളാണ് കണ്ടെത്താനുള്ളത്. മൺഡേ എന്ന് പറയുന്ന വേർഡിൽ ഒബ്ജക്റ്റുകളുടെ എണ്ണം എല്ലാം ഡിഫറൻ്റ് ആണ്. ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2, 4, 6 6 ഒബ്ജക്റ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ 6-ൽ ഒരേ സമയം 4 ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ആണ് വരുന്നത്. റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ തിയറം നമ്പർ 1 ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? 6-ൽ ഒരേ സമയം 4 ലെറ്ററും എടുത്തുകൊണ്ടുള്ള വേർഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 6p4.
വിച്ച് ഇസ് ഈക്വൽ ടു 360. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഒരേ സമയം എല്ലാ ലെറ്ററുകളും ഉപയോഗിക്കണം. അതായത് ഇവിടെ ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 6 തന്നെയാണ് വരിക. അപ്പോൾ ഇവിടത്തെ കാര്യത്തിൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് 6p6 അഥവാ 6 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു 720. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ ലെറ്ററുകളും ഉപയോഗിക്കണം. പക്ഷേ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് വവ്വലാകുന്ന രീതിയിൽ വേണം നമുക്കതിനെ ക്രമീകരിക്കാൻ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ലെറ്റർ വവ്വൽസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബോക്സ് എടുക്കുന്നു, ബാക്കി എല്ലാം കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടി മറ്റൊരു ബോക്സ് എടുക്കുന്നു. ഈ ഒരു ഫസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ വേർഡിൽ എത്ര വവ്വൽസ് ഉണ്ട് എന്നുള്ളതാണ്. വവ്വൽസ് 2 എണ്ണമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഒ എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതും. അപ്പോൾ ഈ ബോക്സ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ 2 പോസിബിലിറ്റി ഉള്ളൂ. എന്നാൽ ഈ ഒരു ബോക്സിനകത്ത് എത്ര ലെറ്ററുകൾ വരും? ഇവിടെ ആകെ ഒരെണ്ണേ നമ്മൾ വെക്കുള്ളൂ, വെച്ചത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 ലെറ്ററാണ് വരിക. ഈ 5 ലെറ്ററിനെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 5 ഫാക്ടോറിയൽ വേസിൽ എന്ത് ചെയ്യാം? പെർമ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ലെറ്റർ വവ്വലാകുന്ന വേർഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 2 into 5 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു 240. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. In how many of the distinct permutation of the letters in Mississippi do the 4 I's not come together? മിസിസിപ്പി എന്ന് പറയുന്ന ഒരു വേർഡ്, അതിലെ 4 ഐകളും ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെന്റ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻസുകൾ അവിടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും? ഇതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ അറേഞ്ച്മെന്റ് കാണും, അതിനുശേഷം ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കും, എന്നിട്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ടോട്ടൽ അറേഞ്ച്മെന്റിലേക്ക് ഒന്ന് പോവാം. അതിന് n എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കാം. n എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ ഒബ്ജക്റ്റിലുള്ള ആവർത്തനം ഒന്നും നോക്കണ്ട, ജസ്റ്റ് കൗണ്ട് ചെയ്യുക. 2, 4, 6, 8, 10, 11. ഈ 11ൽ ഏതൊക്കെ ലെറ്ററുകൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം I എന്ന് പറയുന്നത് 4 എണ്ണം, S എന്ന് പറയുന്നത് 4 എണ്ണം, P എന്ന് പറയുന്നത് 2 എണ്ണം. ഇത്രയുമാണ് ഒബ്ജക്റ്റുകളിൽ ആവർത്തനം വരുന്ന കാര്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെർമ്യൂട്ടേഷൻ അഥവാ ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ടോട്ടൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആശയമാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 4 ഐകളും ഒരുമിച്ച് നിൽക്കുന്ന പെർമ്യൂട്ടേഷനാണ്. അതിനുവേണ്ടി 4 ഐകളെയും ഞാനൊരു ബോക്സിനകത്താക്കുകയാണ്. ഇതിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 11ൽ 4 എണ്ണം ഇതിനകത്ത് വിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി റിമൈനിങ് ആയിട്ട് നിൽക്കുന്നത് എത്ര എണ്ണേ ഉള്ളൂ? 7 എണ്ണം പുറത്ത് നിൽക്കുന്നു. ഈ 7 ഒബ്ജക്റ്റും ഈ ഒരു ഒബ്ജക്റ്റും കൂടി ചേർത്ത് 8 ഒബ്ജക്റ്റുകളെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 8 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ റിമൈനിങ് ആയി നിൽക്കുന്ന 7 ഒബ്ജക്റ്റിൽ 4 എസ്സുകളും ഉണ്ട്, 2 പികളും ഉണ്ട്. അപ്പോൾ ഇതിനെ നിർബന്ധമായി നമ്മൾ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള പെർമ്യൂട്ടേഷൻസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സിംഗിൾ ബോക്സ് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാൻ പറ്റും? അവിടെ 4 ലെറ്ററുകളാണ്, 4 ലെറ്ററുകളെ 4 ഫാക്ടോറിയൽ രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം. പക്ഷെ 4ഉം ആവർത്തിച്ച് വരുന്നതായതുകൊണ്ട് നമ്മൾ 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 4 ഐകളും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലുള്ള പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? Therefore, number of permutations with 4 I's not come together equal to 11 factorial by 4 factorial into 4 factorial into 2 factorial minus 8 factorial divided by 4 factorial into 2 factorial into 4 factorial by 4 factorial. എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട്
നേരിട്ട് ആൻസറിലേക്ക് എത്താം. ഈ ഡിവിഷനൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 11 ഫാക്ടോറിയൽ കഴിഞ്ഞ് ഡിവിഷൻ എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തതിന് ശേഷം ഓപ്പൺ ബ്രാക്കറ്റിലാണ് ഇത് കൊടുക്കേണ്ടത്. അതുപോലെ മൈനസ്, പിന്നെ ഒരു ബ്രാക്കറ്റിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ വരുന്നത് 33,810. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. In how many ways can the letters of the word permutations be arranged if the words start with P and end with S? Permutations എന്ന് പറഞ്ഞ ഒരു വേർഡ്, ആ വേർഡുകളിലുള്ള ലെറ്ററുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. അറേഞ്ച് ചെയ്തുകൊണ്ട് വേർഡ്സുകൾ കണ്ടുപിടിക്കുകയാണ്. ആ വേർഡ്സുകൾ പിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും എസ്സിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന എത്ര എണ്ണമുണ്ട്? എല്ലാ വൊവൽസും ഒരുമിച്ച് നിൽക്കുന്ന എത്ര വേർഡ്സുകളുണ്ട്? പിയുടെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന രീതിയിൽ എത്ര വേർഡ്സുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും? ഇതൊക്കെയാണ് സബ് ക്വസ്റ്റ്യൻസുകളായി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നതിൽ എത്ര ലെറ്ററുകൾ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം നോക്കാം. ജസ്റ്റ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യുന്ന സമയത്ത് 2, 4, 6, 8, 10, 12 12 ഒബ്ജക്റ്റുകളുണ്ട്. അതിൽ 2 ടീകൾ കാണാം. അപ്പോൾ ടി എന്ന് പറയുന്ന കാര്യം 2 എണ്ണം ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് എഴുതി വെക്കുക. വേറെ ഒബ്ജക്റ്റുകളിലൊന്നും അതിൽ ആവർത്തനമില്ല, ടിയിൽ മാത്രമാണ് ആവർത്തനം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 12 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാണ്. അവിടെ പറയുന്നത് എന്താണ്? പിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും എസ്സിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന എത്ര വേർഡ്സുകളുണ്ട്? അപ്പോൾ പി സ്റ്റാർട്ടിങ്ങിൽ ഫിക്സ് ആയി കഴിഞ്ഞു, എസ് ലാസ്റ്റിലും ഫിക്സ് ആയി കഴിഞ്ഞു. അതായത് 12ൽ 2 എണ്ണം ഓൾറെഡി ഫിക്സ് ആയി കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് 10 എണ്ണമേ ഉള്ളൂ. ആ 10 എണ്ണം എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 10 ഫാക്ടോറിയൽ ബേസിൽ പെർമ്യൂട്ട് ചെയ്യാം. പക്ഷേ ആ 10 ഒബ്ജക്റ്റിലാണ് 2 ടി വരിക. അതുകൊണ്ട് തന്നെ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയാൻ നമുക്ക് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. എല്ലാ വൊവൽസും ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നതിലുള്ള വൊവൽസുകളുടെ കാര്യം നോക്കാം. അവിടെ നോക്കുമ്പോൾ ഇ എന്ന് പറയുന്ന വൊവൽ ഉണ്ട്, യു എന്ന് പറയുന്നതുണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. അതായത് 5 വൊവൽസുകളാണ് ആകെ ഉള്ളത്. ആ 5 വൊവൽസുകളും അതിലുണ്ട്. ഈ വൊവൽസുകളെ ഞാൻ ഒറ്റ ബോക്സിനകത്താണ് എ യു ഇ ഐ ഒ ഇതിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മൊത്തം 12 എണ്ണം ഉള്ളത്. അതിൽ 5 എണ്ണം അതിനകത്ത് വന്നു കഴിഞ്ഞു. ബാക്കി അപ്പോൾ 7 ഒബ്ജക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ഈ 7 ഒബ്ജക്റ്റും ഈ ഒരു സിംഗിൾ ഒബ്ജക്റ്റും കൂടി ചേർത്തിട്ട് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? നമുക്ക് 8 ഫാക്ടോറിയൽ ബേസിൽ പെർമ്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ 7 ഒബ്ജക്റ്റിലാണ് 2 ടീകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടിയും ചേർത്തിട്ടുള്ള പെർമ്യൂട്ടേഷനാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത്? സിംഗിൾ ഒബ്ജക്റ്റിന്റെ പെർമ്യൂട്ടേഷൻ നോക്കണം. അവിടെ 5 ലെറ്ററുകളാണുള്ളത്. 5 ലെറ്ററുകളും ഡിഫറൻ്റ് ആണ്. 5ൽ 5 ഒരേ സമയം എടുത്തുകൊണ്ട് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 5 ഫാക്ടോറിയൽ ബേസിൽ പെർമ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാ വൊവൽസുകളും ഒരുമിച്ച് നിൽക്കുന്ന എത്ര വേർഡ്സുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ പിയുടെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന രീതിയിൽ എത്ര വേർഡ്സുകൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മളിവിടെ ആദ്യം നോക്കുന്നത് പിയുടെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന രീതിയിൽ എത്ര ക്രമീകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻസുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാണ് ആദ്യം നമ്മൾ നോക്കുക. അപ്പം പിയുടെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന കാര്യം മാത്രമാണ് ഇപ്പം നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ബോക്സുകൾ വരച്ചിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം പി എന്ന് പറയുന്ന ലെറ്റർ വയ്ക്കാം. 4 ബോക്സുകൾ കഴിഞ്ഞതിന് ശേഷം എസ് എന്ന് പറഞ്ഞ ലെറ്റർ വയ്ക്കാം. ഇത് ഇതേ രീതിയിൽ മാത്രമല്ല, പിയുടെയും എസിൻ്റെയും ഇടയിൽ വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം പി തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം നമ്മളിത് നേരെ തിരിച്ചു മാറിവെക്കുക. അതായത് ആദ്യം എസും പിന്നീട് പിയും വന്നു കഴിഞ്ഞാലും എന്താണ് ആ ഒരു കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വെക്കാം. അപ്പോൾ ഇവിടെ തന്നെ 2 കാര്യങ്ങളുണ്ട്. കൂടാതെ വീണ്ടും 4 ബോക്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഇവിടെ എസ് ആണെങ്കിൽ അവിടെ പി വെക്കാം, ഇവിടെ പി ആണെങ്കിൽ അവിടെ എന്ത് വെക്കാം? എസ് വെക്കാം. അപ്പോൾ ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ 4 അറേഞ്ച്മെന്റുകൾ ഉണ്ട്. അതുകൊണ്ടാണ് 4 എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ അടുത്തതിലേക്ക് പോകുമ്പോൾ പി എന്ന് പറയുന്നത് തൊട്ടടുത്ത ബോക്സിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴും 4 ബോക്സ് കഴിഞ്ഞതിന് ശേഷം എസ് വെക്കാം. എസും പിയും തിരിച്ചു വെക്കുന്ന സമയത്ത് ഇവിടെ 2 അറേഞ്ച്മെന്റ് വരും.
അതുപോലെ വീണ്ടും 4 ബോക്സ് കഴിഞ്ഞിട്ട് പി എഴുതാം. വീണ്ടും ഇത് തിരിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 രീതിയിൽ ഇത് മൊത്തം അറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് 4 ways എന്ന് പറഞ്ഞാലും അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, മൂന്നാമത്തെ ബോക്സിലാണ് പി എഴുതുക. 4 ബോക്സ് കഴിഞ്ഞതിന് ശേഷം എസ് എഴുതി. വീണ്ടും നമ്മൾ ഇനി പിയോ അല്ലെങ്കിൽ എസ്സോ എഴുതണമെന്നുണ്ടെങ്കിൽ 4 ബോക്സ് കഴിയണം. 4 ബോക്സ് കഴിഞ്ഞ് വേറൊരു ബോക്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി ഒന്നും അവിടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 അറേഞ്ച്മെന്റേ കിട്ടുകയുള്ളൂ. പിയും എസ്സും വരാം, അല്ലെങ്കിൽ എസ്സും പിയും വരാം. 2 അറേഞ്ച്മെന്റേ കിട്ടുള്ളൂ. വീണ്ടും ഒരു ബോക്സ് കൂടി മുമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് 2 അറേഞ്ച്മെന്റ് ആണ് കിട്ടുകയുള്ളൂ. വീണ്ടും ഒരു തവണ കൂടി പി എന്ന് പറഞ്ഞ ആരും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 അറേഞ്ച്മെന്റുകളാണ് കിട്ടുകയുള്ളൂ. വീണ്ടും ഒരു തവണ കൂടി നമ്മൾ ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പോയി, തേർഡ് പോയി, ഫോർത്ത് പോയി, ഫിഫ്ത്തിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 6th പൊസിഷനിലാണ് വരിക. 6th പൊസിഷനിൽ ഓൾറെഡി വന്ന് കഴിഞ്ഞതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് വരിക. 1 2 3 4 5 ആറാമത്തെ ബോക്സിൽ നമ്മൾ എസ് എന്നത് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, എസ്സിന് പകരം അവിടെ പി വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് എടുക്കാം എന്നുള്ള കാര്യം 4 വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് മുൻപിലേക്ക് പിയെ മാറ്റി മാറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ പോയ വഴിയിലൂടെ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ക്രമീകരണങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പിൻ്റെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന രീതിയിലുള്ള പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 14 എണ്ണമാണ് വരിക. 4 + 4 8, 8 + 2 10, 10 + 2 12, +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14. അപ്പോൾ 14 വേസിലാണ് നമുക്ക് പിൻ്റെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ ക്രമീകരിക്കാൻ പറ്റുക. നമ്മൾക്കുള്ള ചോദ്യം, പിൻ്റെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ ക്രമീകരിച്ചു കൊണ്ടുള്ള എത്ര വേർഡ്സുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള 4 ലെറ്ററുകളുള്ള അറേഞ്ച്മെന്റ്സ് മാത്രം നോക്കിയാൽ പോരാ, ഇതിൻ്റെ ഇടയിലുള്ള ഈ ബോക്സുകളുടെ ഫില്ലിങ് കൂടി ആലോചിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, പിയും എസും ഓൾറെഡി ഫിക്സഡ് ആണ്. ബാക്കി നമ്മുടെ കയ്യിൽ 10 ലെറ്ററുകളുണ്ട്. 10 ലെറ്ററുകൾ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 10 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. അതിൽ 2 ടി ഉള്ളത് കൊണ്ട് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ് ബാക്കി ബോക്സുകൾ ഫില്ല് ചെയ്യാനുള്ള സാധ്യത വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 14 × 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഇത് ബാക്കിയുള്ള ബോക്സുകൾ ഫില്ല് ചെയ്യാനുള്ളതും ഇത് പിൻ്റെയും എസിൻ്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്നതിനുള്ള ക്രമീകരണവുമാണ്. രണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്ത് വരിക, വേർഡ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇത്രയും ചോദ്യങ്ങളാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഓവറോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ 3 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യങ്ങൾ തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നിർബന്ധമായും ചെയ്തു പഠിക്കുക. ഇനി നമ്മൾക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ് പറയുവാനുള്ളത്. ആ സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.